പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് രാവിലെ ഞാനൊരു ചിത്രം നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. വളരെ ഹൃദ്യമായ മനോഹരമായ ഈ ചിത്രം 1982 ഐക്യരാഷ്ട്രസഭ പുറത്തുവിട്ട ഒരു ചിത്രമാണ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള ചിത്രമാണ്. ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. കറുത്ത വർഗ്ഗക്കാർ അവരുടെ അവകാശങ്ങൾ എല്ലാം നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിലൂടെയായിരുന്നു കടന്നുപോയത്. ദക്ഷിണാഫ്രിക്കയിലെ രണ്ട് ബാല്യത്തിലൂടെ കടന്നു പോകുന്ന കുട്ടികൾ, അതിൽ ഒരാൾ കറുത്ത വർഗത്തിൽപ്പെട്ടതാണ്, മറ്റൊരാൾ വെളുത്ത വർഗത്തിൽപ്പെട്ടതാണ്. വെളുത്ത വർഗത്തിൽപ്പെട്ട ഒരു കുട്ടി സ്നേഹത്തോടെ ഒരു പുഷ്പം കറുത്ത വർഗത്തിൽപ്പെട്ട കുട്ടിക്ക് നൽകുന്ന ഈ ചിത്രം 82 ആണ് ഐക്യരാഷ്ട്രസഭ പുറത്തുവിടുന്നത്. 1996 മുതൽ ദേശീയ സഹിഷ്ണുതാ ദിനം ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിക്കുന്നു. അതിൻ്റെ ഭാഗമായി കൂടി പ്രചരിപ്പിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് ഇത്. ഇന്ന് നവംബർ 16 ഇന്നാണ് ലോക സഹിഷ്ണുതാ ദിനം. ഇങ്ങനെ ഈ സഹിഷ്ണുതാ ദിനം ആചരിച്ചു തുടങ്ങിയിട്ട് ഏതാണ്ട് 3 പതിറ്റാണ്ടിനോട് അടുക്കുകയാണ് എങ്കിൽ പോലും നമ്മൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ ലോകത്ത് അസഹിഷ്ണുത ഇപ്പോഴും തുടരുന്നു എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അതുതന്നെയാണ് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പോരാട്ടത്തിന് കാരണം, റഷ്യയും യുക്രൈനും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് കാരണം, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി തർക്കത്തിന് കാരണം, സുഡാനിലെ ആഭ്യന്തര കലഹങ്ങൾക്ക് കാരണം. എന്തിനേറെ പറയുന്നു, നമ്മുടെ ഭാരതത്തിൽ തന്നെ കഴിഞ്ഞ ദിവസമുണ്ടായ ഡൽഹിയിലെ സ്ഫോടനം. ഏറെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു ജനത അവരുടെ എല്ലാ സന്തോഷവും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള തീവ്രവാദികളുടെ നിരന്തരമായ ശ്രമം, അതിൻ്റെ കൂടി ഭാഗമായിട്ടായിരുന്നു ഡൽഹിയിലെ ഉഗ്രസ്ഫോടനം. നേരത്തെ നിങ്ങളെ കാണിച്ച ആ ചിത്രം പോലെ നിങ്ങളുടെ വിയോജിപ്പുകളും എതിർപ്പുകളും അറിയിക്കുമ്പോഴും അതിന് സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ ഒരു നൈർമല്യമുണ്ടാക്കണം. അങ്ങനെയെങ്കിൽ ഒന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, ഇന്നല്ല എങ്കിൽ നാളെ അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാതിരിക്കില്ല.